ഗുഡ് മോർണിംഗ് ഗൈസ്. ആവാതെ എടുപ്പില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. അതായത് ഇന്നത്തെ പരിപാടി ചിക്കൻ എന്തോ ചെയ്യുന്നേ? ചിക്കൻ കറി. ഇപ്പം ഞാൻ ചിക്കൻ കൊണ്ടുവന്ന് 1 കിലോ ചിക്കൻ വന്നിട്ട് ലൈവ് വിത്ത് സ്കിന്ന് ബർൺ ചെയ്ത് തരും. 240 രൂപ. വേറെ കടകളിലൊക്കെ വില കൂടുതലാണ്. അപ്പം നമുക്ക് പുതിയതായിട്ടൊരു കട കിട്ടി, അവിടെ നിന്ന് മേടിച്ചാണ്. അടിപൊളി ചിക്കനാണ്. കണ്ടോ, ഇതിനെ മഞ്ഞളൊക്കെ ഇട്ട് അവർ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തന്നതാണ്. ഇത് മഞ്ഞളൊക്കെ ഇട്ട് വിനാഗിറൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുക. പിന്നെ അതിനെ ഇനി വാഷ് ചെയ്തെടുക്കണം. അപ്പം ഇവിടെ പരിപാടി സവാള അരയുക. സവാള മീഡിയം സവാള, പിന്നെ ഉരുളക്കിഴങ്ങ്, ബീൻസ് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാ ഗൈസ്, ഇത് പട്ടാണി, ഗ്രീൻ പട്ടാണി. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചത്. അത് പട്ടാണി, ഇത് സവാള. അങ്ങനെ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മളിവിടെ ഇന്ന് പരിപാടി ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി, അടിപൊളി ടേസ്റ്റ് ചിക്കൻ കറി. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് ചിക്കൻ കഴുകാൻ പോവാണ്. അപ്പം ഉരുളക്കിഴങ്ങ് അതെല്ലാം കൂടെ കഴുകി എടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് കഴുകി അപ്പം അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. അത് പട്ടാണി, അത് കഴുകിയെടുക്കുക. പട്ടാണി കഴുകാണ്. നല്ല കഴുകിയിട്ടാണ് കുറച്ച് വിനാഗിർ. അപ്പം 3-4 പ്രാവശ്യം നല്ല കഴുകി വിനാഗിറും മഞ്ഞൾപ്പൊടിയൊക്കെ അതിൻ്റെ മണമൊക്കെ മാറി കിട്ടാൻ വേണ്ടി നല്ലതായിട്ട് 3-4 പ്രാവശ്യം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചിക്കൻ കഴുകി റെഡി. ബാക്കി ഇനി എല്ലാ ചേറുകളും ചേർക്കണം. സ്റ്റവ് കത്തിച്ചു, കുക്കർ വെച്ചു. അതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. സ്റ്റവ് ചൂടായിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം എണ്ണ ഒഴിക്കൂ.
എണ്ണ ഒഴിക്കണം. എണ്ണ സബോള ടേസ്റ്റ് ഓയിൽ, കൊളസ്ട്രോൾ ഒന്നും വരാത്ത ഓയിലാണ്. സബോള ടേസ്റ്റ് ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടാവണം. നമ്മൾ കടുകാശാൻ ഇടാൻ പോവാം. കടുകാശാൻ കടുകിട്ടു. വെള്ളത്തിനകത്ത് ജീരകം. അപ്പം കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പം പെരിഞ്ചീരകം, അതുപോലെ പെരിഞ്ചീരകം ചേർക്കാൻ പോവാണ്. ഇട്ടു. അടുത്ത് തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്തിട്ടു. ഇതിനെ ഇളക്കുക. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം പെരിഞ്ചീരകം ഇട്ടു, തേങ്ങാക്കൊത്തിട്ടു. ഇപ്പം ഏകദേശം ആയിരം ഇത് വലയിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ചത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതിനെ ഇളക്കുക. അല്ല, നല്ല മണം വരും. ബ്യൂട്ടിഫുൾ സ്മെൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് സവാള അരിഞ്ഞത് അത് ചേർത്തു. സവാള അതൊന്ന് ഇളക്കുക. സവാള അരിഞ്ഞതിട്ട് ഇളക്കുവാണ്. അത് ഒന്ന് നല്ല വാടി കിട്ടണം. കളർ ബ്രൗണിഷ് ഒന്ന് ലയിക്കാം. അപ്പം അത് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപ്പ് ആഡ് ചെയ്യുന്നു. ഉപ്പ് പൊടി വേണം, പൊടി ചാട്ടാണ്. അതിട്ടു ഇളക്കുന്നു. എന്താ കളർ കണ്ടോ എങ്ങനെ വരുന്നേ? അടുത്ത സ്റ്റെപ്പ് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഇട്ടു. അപ്പോൾ ഉപ്പിട്ടപ്പം സവളയൊക്കെ ഒന്ന് വാടി കിട്ടി. കണ്ടോ വാടിയതുകൊണ്ടാ ബ്രൗണിഷ് വന്നു. ഇനി കൂടെ പോകണം.
അപ്പോൾ സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലാണ് പോകുന്നത്, അല്ലെ കരിഞ്ഞു പോകും. ഇവർ ആവശ്യത്തിന് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് മല്ലിപ്പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി ഇട്ടു. അടുത്ത സ്റ്റെപ്പ് കാശ്മീർ ചില്ലി പൗഡർ. കണ്ടോ, ബ്യൂട്ടിഫുൾ കളർ. കാശ്മീർ ചില്ലി പൗഡർ ഇട്ടു. അടുത്തത് പെപ്പർ, കുരുമുളക്, അതും ഇട്ടു. അടുത്തത് ഇളക്കാണ്. അപ്പം കാശ്മീർ ചില്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാമായി. അപ്പം അതിൻ്റെ കളറേ മാറി. മസാല എല്ലാം കൂടെ എല്ലാത്തിലും ഉള്ളിലോട്ട് അങ്ങ് പിടിച്ച് കളർ മാറി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചത് അത് അതിലോട്ട് ഒഴിക്കാൻ പോവാം. റെഡി ഫോർ ഫില്ലിങ്. അങ്ങനെ ഒഴിച്ചു. തേങ്ങ അരച്ച് വെച്ച് ഒഴിച്ചു. ഒഴിക്കട്ടെ. എല്ലാ മസാലയും തേങ്ങ എല്ലാം കൂടെ അങ്ങനെ ഒരു പരുവത്തിൽ ആയി. എല്ലാം ഫുൾ കളറ് ചേഞ്ച് ആയി. കണ്ട, അടിപൊളി. എല്ലാ മസാല മണം, സൂപ്പർ മണം. അടിപൊളി മണം വരുന്നുണ്ട്. അല്ല, മിക്സ് ആയത് കണ്ട അങ്ങനെ ഉണ്ടെന്നോ കളർ. നല്ല കട്ടിയുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കുട്ടപ്പനെ ഇടാൻ പോവുക. ഇട്ടുകൊണ്ടിരിക്കുന്നു. നല്ല ഒന്നാം തരം ചിക്കനാണ്. ഇളക്കുവാണ്. ഉണ്ടോ, ആ മസാലയിലോട്ട് ഇളക്കി നല്ല പിടിക്കണം. കോട്ടിങ് ആവണം. നല്ല ഇളക്കണം. ഏകദേശം മസാലയൊക്കെ പിടിക്കാൻ തുടങ്ങി പീസിലോട്ട്. മീഡിയം പീസാണ്, വലിയ പീസൊന്നും അല്ല, മീഡിയം. അവർ ചോദിച്ച കടക്കാർ ഞാൻ പറഞ്ഞു മീഡിയം പീസ് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ചിക്കൻ ഇട്ടു. അത് ശരിയായി. വേറെ ഗ്രീൻ പട്ടാണി ഇട്ടു. ഉരുളക്കിഴങ്ങും ബീൻസും ക്യാരറ്റും
അതും അങ്ങ് ഇടുക. ഇറച്ചി മസാലയും എല്ലാം ചേർത്ത് ഇടുക. പിന്നെ ഒരു ഇളപ്പ് കുറച്ച് നേരം വയ്ക്കണം, അപ്പോഴേ വേവ്. അപ്പം ഇത് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് വേവിച്ച് കാണിക്കാം. ഓക്കെ, കൊത്തമല്ലി റൈസ്. അപ്പം നമ്മുടെ ചിക്കൻ കറി കൊത്തമല്ലി ഇട്ട് കഴിഞ്ഞു. ഏകദേശം വെന്തു ഇനി നല്ലൊരു 5 മിനിറ്റ്സ് കൂടെ അടുപ്പിൽ ഇരിക്കട്ടെ. എല്ലാം കണ്ടോ, അതിൻ്റെ മസാലകളെല്ലാം അതിൽ പിടിച്ച് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത്, ക്യാരറ്റൊക്കെ വെന്ത്, ബീൻസൊക്കെ വെന്ത്, ഇറച്ചി കുട്ടപ്പനും അങ്ങനെ വെന്തു ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടോ, തിളയോടെ ചാറും എല്ലാം ഉപ്പൊക്കെ നോക്കിയാ അപ്പോൾ സൂപ്പറുണ്ട്, അടിപൊളിയാണ്. നിങ്ങളിത് ചിക്കൻ കറി വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ഇട്ടു. തേങ്ങ എല്ലാം അരച്ച് ചേർത്തു, തേങ്ങ കൊത്തിട്ടു, രസങ്ങളെല്ലാം ഇട്ടു. നല്ല മണം, സൂപ്പറുണ്ട്, നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കാം. ലാസ്റ്റ് കുറച്ച് ഈസ്റ്ററിൻ്റെ ഇതൊരു മട്ടൻ മസാല, ശർക്കര മട്ടൻ മസാലയോട് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അപ്പം അടിപൊളിയായിരിക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ചിക്കൻ്റെ ഇന്നത്തെ അവസാനം നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്. ഞങ്ങൾക്ക് വെളിയിൽ പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, കാരണം സുഖമില്ല, വെളിയിലൊക്കെ തണുപ്പാണ്. എന്നാൽ ഇപ്പം വെയിൽ സ്റ്റാർട്ടായി. നാളെ മുതൽ നല്ല വെയിലായിരിക്കാൻ സാധ്യതയാണ്. നാളെ ശിവരാത്രിയല്ലേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.